ആളുകളുടെ പാവങ്ങളുടെ ധാരണ എന്താ? ഈ പരാതിയെല്ലാം അടുത്ത ദിവസമൊക്കെ പരിഹരിക്കും. നവകേരള സദസ്സ് കണ്ണൂർ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ കണ്ണൂർ കോർപ്പറേഷൻ വരുന്നു. പരാതികൾ ഇങ്ങനെ ബഹളത്തോടെ ബഹളം. 576 പരാതി കണ്ണൂർ കോർപ്പറേഷൻ കിട്ടി. ഞാൻ ചോദിച്ചു, ഇതെന്താണ് സംഭവം? മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതി നേരെ കോർപ്പറേഷനിൽ 576 പരാതി. ഞങ്ങൾ ഓരോന്നും നോക്കി. വളപട്ടണത്തെ സുഹറാബിയുടെ ഒരു പരാതി. ഞാൻ ചോദിക്കട്ടെ, വളപട്ടണത്ത് സുഹറാബിയുടെ പരാതി എന്തിനാ കോർപ്പറേഷൻ തരുന്നത്? ഞാനത് വായിച്ചു നോക്കി. സുഹറാബിയുടെ ദയനീയമായ അപേക്ഷയാണ്. അദ്ദേഹം പറയുന്നു, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, എന്റെ വീട്ടിൽ 7 അംഗങ്ങളുണ്ട്. ഞങ്ങൾക്ക് ആഴ്ചയിൽ കിട്ടുന്നത് 3 കിലോ അരിയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് കുടുംബത്തിന് ജീവിക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് അതുകൊണ്ട് അരിയുടെ തൂക്കം വർദ്ധിപ്പിക്കണം. പാവപ്പെട്ട കുടുംബമാണ്, ഇതൊന്ന് പരിഗണിക്കണം. ഞാൻ ചോദിക്കട്ടെ, വളപട്ടണത്തെ സുഹറാബിയുടെ പരാതി, ആ പരാതി നമുക്കറിയാം. ആ പരാതിയുടെ സ്വഭാവം വെച്ച് മുഖ്യമന്ത്രിക്ക് മാത്രം തീരുമാനമെടുക്കാൻ കഴിയുന്ന ഒരു കാര്യം, വളവട്ടും പഞ്ചായത്തിനും എല്ലാം അയച്ചു കൊടുത്തത്, സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റും എല്ലാം അയച്ചു കൊടുത്തത് കണ്ണൂർ കോർപ്പറേഷൻ അയച്ചു തന്നത് എന്തിനാ? അഴീക്കോട്ടെ ദയ അക്കാദമി ഒരു 3-4 പരാതി കൊടുത്തു. ആ ദയ അക്കാദമി എന്ന് പറയുന്നത് കായിക മേഖലയിൽ വലിയ പരിശീലനം നടത്തുന്ന ഒരു അക്കാദമിയാണ്. ആ അക്കാദമി 3 പരാതി കൊടുത്തു. ആ 3 പരാതിയും കോർപ്പറേഷനാണ് കിട്ടിയത്. എന്താ പരാതിയുടെ കണ്ടൻസ്? ഒന്ന്, കണ്ണൂരിലെ ജവഹർ സ്റ്റേഡിയം അത് മാത്രം പോരാ, അഴീക്കോട് ചാൽ ബീച്ചിനടുത്ത് 10-200ഓളം ഏക്കർ സ്ഥലമുണ്ട്. അവിടെ ഒരു നല്ല സ്റ്റേഡിയം നിർമ്മിക്കണം. അതും നമുക്ക് കോർപ്പറേഷൻ. ആലോചിച്ചോക്കട്ടെ. മറ്റൊരു പരാതി ആർക്കാണ്? മുഖ്യമന്ത്രിക്കല്ല, കേരളത്തിന്റെ ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജുവിനുള്ള പരാതിയാണ്. ആ പരാതിക്കകത്ത് പറയുന്നത് എന്താണ്? അഴീക്കോട് ഭാഗത്ത് 3 KSRTC ബസ് ഉണ്ടായിരുന്നു. ആ 3 KSRTC ബസ്സുകളും ഇപ്പോൾ ഓടുന്നില്ല. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് KSRTC ബസ്സുകൾ അനുവദിച്ചു തരണം. ആ പരാതിയും കോർപ്പറേഷനിലേക്ക് അയച്ചു വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള പരാതികൾ. ഒന്ന്, മുഖ്യമന്ത്രിക്കുള്ള പരാതി. അവരുടെ ബോക്സിംഗ് അക്കാദമി, അവിടെ കുട്ടികൾ നന്നായിട്ട് പരിശീലിക്കുന്നു, അവര് ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യന്മാരാകുന്നു. അങ്ങനെ കഴിവ് തെളിയിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് ജോലിയിൽ സംവരണം കൊടുക്കാൻ മുഖ്യമന്ത്രി ക്യാബിനറ്റ് കൂടി തീരുമാനമെടുക്കണം. ഞാൻ ചോദിക്കട്ടെ, ക്യാബിനറ്റ് കൂടി എടുക്കേണ്ട തീരുമാനത്തിന്റെ ആ പരാതിയുടെ പരാതി കണ്ണൂർ കോർപ്പറേഷൻ അയച്ചു. എന്താ അടിക്കുറിപ്പ്? ഒരാഴ്ചക്കുള്ളിൽ ഇതിന് പരിഹാരമുണ്ടാക്കിയിട്ട് നമ്മൾ അറിയിക്കണം എന്നാ പറയുന്നത്. ആ സമയത്ത് എന്നാൽ എനിക്ക് പറയാനുള്ളത്, മുഖ്യമന്ത്രി അങ്ങ് രാജിവെക്കണം. എന്നിട്ട് കണ്ണൂർ കോർപ്പറേഷൻ ഏൽപ്പിക്കണം ഈ ഉത്തരവാദിത്തം. ഞങ്ങൾ പരിഹരിക്കാം. ഞാൻ ചോദിക്കട്ടെ, ഗവൺമെന്റ് പരിഹരിക്കേണ്ട പരാതി 134 പരാതികൾ പെൻഷൻ കിട്ടാത്തതിന്റെ പേരിലാണ്. എന്താ പറയുന്നത്? എല്ലാ മാസവും പെൻഷൻ തരണം. ഞങ്ങളാണോ കൊടുക്കേണ്ടത്? വീട്ടിൽ AC സ്ഥാപിച്ചു, അതുകൊണ്ട് പെൻഷൻ നിഷേധിച്ചു. അതിന് പരിഹാരം ഉണ്ടാക്കണം. എന്റെ വീടിന്റെ വലിപ്പം 2000 സ്ക്വയർ ഫീറ്റിന് മുകളിലായതുകൊണ്ട് എനിക്ക് പെൻഷൻ നിഷേധിക്കുന്നു. അത് പരിഹരിക്കണം. 134 പരാതി 576-ൽ പെൻഷന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ്. 186 പരാതികൾ ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ്. അങ്ങനെ പരാതികൾ നോക്കിയപ്പോൾ കോർപ്പറേഷൻ പരിഹരിക്കേണ്ട 10-15 കാര്യം മാത്രം. ബാക്കിയെല്ലാം ഗവൺമെന്റ്. എന്തിനാ? മുഖ്യമന്ത്രി പരാതികൾ വാങ്ങുന്നില്ല, ഉദ്യോഗസ്ഥന്മാർ വാങ്ങുന്നു. അവരത് എല്ലാം ഡിസ്പോസ് ചെയ്ത് പല രൂപത്തിൽ പല ചവറ്റുകൊട്ടയിലിടുന്നു. അതിനപ്പുറം എന്താണ് കിട്ടിയത്? അവിടെയാണ് ഉമ്മൻചാണ്ടി നടത്തിയ ഐക്യജനാധിപത്യ മുന്നണി നടത്തിയ ജനസമ്പർക്ക പരിപാടിയുടെ മഹത്വം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം പത്രത്തിൽ എന്താ കണ്ടത്? മുഖ്യമന്ത്രി എറണാകുളത്ത് വെച്ച് പത്രസമ്മേളനം നടത്തി. അദ്ദേഹം ആവേശപൂർവ്വം പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവിടെ എത്തുമ്പോൾ പരാതിയുടെ എണ്ണം 3 ലക്ഷം കവിഞ്ഞിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഒരു ഭരണം നടത്തുന്ന മുഖ്യമന്ത്രി അദ്ദേഹത്തിന് ലഭിച്ച പരാതിയുടെ എണ്ണം നേരിയായി പറയുന്നുവെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ജനങ്ങൾക്ക് പരാതി മാത്രമേ ഉള്ളൂ എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ 3 ലക്ഷം പരാതികൾ. നിഷേധിക്കാൻ കഴിയുമോ? പരാതികൾ കുന്നുകൂടുന്നത് ഒരു ഭരണകൂടത്തിന് ഭൂഷണമാണോ? പക്ഷെ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് അത് ഭൂഷണമാണ്. അദ്ദേഹം ജനങ്ങളുടെ അസംതൃപ്തിയിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുടെ സങ്കട കണ്ണീരിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരാളാണ്. അദ്ദേഹം ഒരു സാഡിസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ ഇവിടെ ആളുകൾ ഉണ്ടാവില്ല. എന്താ നമ്മുടെ പഴയങ്ങാടി സംഭവിച്ചത്? ജീവൻ രക്ഷാ പ്രവർത്തനം
ഞാൻ വിശദീകരിക്കേണ്ടതില്ലല്ലോ. നമ്മുടെ നേതാക്കന്മാർ ഒരുപാടുണ്ട്, അവർ വിശദീകരിക്കും. ഇതുപോലെ ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ഇത്രമാത്രം ക്രൂരനായ ഒരു മുഖ്യമന്ത്രി മറ്റൊരു സംസ്ഥാനത്തുമില്ല. ഇവരിൽ നിന്ന് നമുക്ക് നല്ലത് പ്രതീക്ഷിക്കാൻ കഴിയില്ല. അതിനെതിരെ ജനരോഷം ഉയരണം, അതിശക്തമായ പ്രക്ഷോഭങ്ങൾ. ആ പ്രക്ഷോഭങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ടാം വിമോചന സമരം എന്ന് പറയുന്നത് പോലെ ഈ കേരളത്തിലെ നാടിലെ ജനങ്ങളുടെ പ്രയാസങ്ങളിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അതിശക്തമായ സമരം, പ്രക്ഷോഭം. ആ പ്രക്ഷോഭത്തിന്റെ ആരംഭമാണ് ഈ വിചാരണ സദസ്സ് എന്ന് മാത്രമാണ് സൂചിപ്പിച്ചുകൊണ്ട് ഈ സദസ്സിൽ പങ്കെടുത്തിരിക്കുന്ന മുഴുവൻ ആളുകളെയും ഐക്യജനാധിപത്യ മുന്നണിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ സംഭരിക്കുന്നു, നിർത്തുന്നു. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഏറെ പ്രിയങ്കരനായ കരുത്തനായ നേതാവ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി, അഴീക്കോടിന്റെ മുൻ MLA കൂടിയായ ശ്രീ KM ഷാജി അവർ ഇവിടെയുണ്ട്. ഈ വിചാരണ സദസ്സ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ ശ്രീ KM ഷാജി അവരെ ആദരവോടെ ക്ഷണിക്കുന്നു. സർവാദരണീയരും